നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി സബർജിൽ. റൊസേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈറസ് കമ്മ്യൂണിസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ അമൃതഫലം എന്നും പറയുന്നു. പൊതുവെ തണുപ്പുള്ള അന്തരീക്ഷത്തിലാണ് ഇത് വളർന്നു വരുന്നത്. പിയർ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. വെസ്റ്റ് യൂറോപ്പ്, നോർത്ത് ഏഷ്യ എന്നീ സ്ഥലങ്ങളിലാണ് പൊതുവെ ഇത് കണ്ടുവരുന്നത്. ഇന്ത്യയിൽ പഞ്ചാബിലാണ് ഇത് കൂടുതൽ കൃഷി ചെയ്തു വരുന്നത്. റോമാക്കാരാണ് ആദ്യമായിട്ട് ഇത് കൃഷി ചെയ്തത്. 10 മുതൽ 17 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് സബർജിൽ. ഇതിൻ്റെ ഇലകൾ 2 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമാണ് കണ്ടുവരുന്നത്. പൊതുവെ അണ്ഡാകൃതിയിലുള്ള ഇലകളാണ്, അഗ്രം കൂർത്തിരിക്കുന്ന ഇലകളാണ് ഇതിനുള്ളത്. വെളുത്ത് മഞ്ഞ നിറം കലർന്ന പൂവാണ് ഇതിനെ കണ്ടുവരുന്നത്. പൂങ്കുലയായിട്ടാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ വ്യാസത്തിലാണ് ഇതിൻ്റെ പൂവുണ്ടാകാറ്. 5 കേസരങ്ങളാണ് പൊതുവെ ഒരു പൂവിൽ കണ്ടുവരുന്നത്. പൊതുവെ പച്ച നിറത്തിലും വെള്ള നിറത്തിലൊക്കെ ഇതിൻ്റെ ഫലം കണ്ടുവരുന്നുണ്ട്. ആപ്പിളിനോട് സമാനമായ ആകൃതിയിലാണ് ഇതിൻ്റെ ഫലമുള്ളത്. പിയർ ഷേപ്പിലും ഇതിൻ്റെ ഫലം കണ്ടുവരുന്നുണ്ട്. 1 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളം ഈ ഒരു ഫലത്തിന് ഉണ്ടാകാറുണ്ട്. രാസഘടകം നാരാണ്. ഇതിൻ്റെ ഫലത്തിലാണ് ഏറ്റവും കൂടുതൽ രാസഘടകം കണ്ടുവരുന്നത്. നാരാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. വിറ്റാമിൻസും പ്രോട്ടീൻസും ഇതിൻ്റെ ഫലത്തിൽ കാണപ്പെടുന്നുണ്ട്. ജ്യൂസായിട്ടും ഉണക്കിയിട്ടും ജെല്ലിയായിട്ടും പല ഭക്ഷണ പദാർത്ഥങ്ങളിലും ഈ സബർജിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ആയുർവേദ പ്രാധാന്യത്തെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. സബർജല്ലി അല്ലെങ്കിൽ പേരെന്നൊക്കെ പറയുന്നത് ആയുർവേദത്തിൽ അതിന് അമൃതഫലം എന്നാണ് പറയുക. ഇത് അമൃതമാണെന്ന് അർത്ഥം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. വൈറ്റമിൻസ് ധാരാളം ഉണ്ട്. പിന്നെ ഈ നാരുകളുണ്ട്. ഇത് 1-2 ഉപയോഗം ഇത് ധാരാളം എനർജി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ കുറയുന്നതാണ്. പിന്നെ ഈ ഡയബറ്റിക് ആൾക്കാർക്ക് കഴിക്കാവുന്ന ഒരു ഔഷധമാണ്. അത് വേണമെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ജെല്ലി ആക്കിയിട്ട് കഴിക്കാം. പിന്നെ ഈ ക്യാൻസർ വരാതിരിക്കാൻ ഇത് ദിവസേന ഒരു 5 ഗ്രാം വീതം കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള ഈ ധാരാളം ഈ ആൻറ്റി ഓക്സിഡൻസ് ചെന്നിട്ട് ധാരാളം ടിഷ്യൂസിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് ശുദ്ധമാക്കുക. അങ്ങനെ ക്യാൻസർ വരുന്നതിന് തടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. പിന്നെ ഈ സബർജലിയുടെ ജ്യൂസ് ദിവസേന ഓരോ ഗ്ലാസ് കഴിച്ചാൽ ഈ വെയിറ്റ് കുറയും. വെയിറ്റ് അധികമായിട്ട് ആൾക്കാരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ദിവസേന ഒരു 41 ദിവസം ഓരോ ഗ്ലാസ് ഈ സബർജലിയുടെ ജ്യൂസ്. അതേപോലെ ഭക്ഷണത്തിൽ ഒന്ന് ക്രമീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് വളരെയധികം കുറയും പെട്ടെന്ന്.